ചേട്ടൻ എന്നോട് ആരെ വിവാഹം കഴിക്കാൻ പറയുന്നോ എന്റെ ജീവിതം മുഴുവൻ അയാളോടൊപ്പം തന്നെയായിരിക്കും. ശരി ശരി, വന്നേ. നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്ന ആള് നീ ജോലി ചെയ്യുന്ന അതേ സ്കൂളില് ടീച്ചറായിരിക്കുന്ന ആളാ. ദിവസവും ചേച്ചി കാണുന്ന ആള് തന്നെയാ. ഇന്നെന്താ ചേച്ചി സ്പെഷ്യൽ ആയിട്ട് കാണാൻ പോകുന്നത്? ശരി, നീ വാ. നമസ്കാരം. നമസ്കാരം മോളെ. സാക്ഷാൽ ലക്ഷ്മി ദേവിയെ പോലെ ഉണ്ട്. അങ്ങോട്ട് നോക്കിയാട്ടെ. കുടിച്ചിട്ട് കാലൊഴുക്കി വീഴാതെ വീട്ടിനകത്ത് പോണമെന്നുണ്ടെങ്കിൽ അകത്ത് ആളിരിക്കുകയല്ലേ. അതിനെനിക്കെന്ത്, ഞാൻ നല്ല രാജാവിനെ പോലെ ഞെളിഞ്ഞു തന്നെ നടന്നു പോവും. തെറ്റല്ലേ? തെറ്റ്. ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടോ? ലക്ഷ്മിയുടെ സൗന്ദര്യം മാത്രമല്ല, അവളുടെ സ്വഭാവം, ബുദ്ധിസാമർഥ്യം, വിനയം എല്ലാം എനിക്കിഷ്ടമാണ്. സൈലൻസ്. വീട്ടിലൊരു നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അവിടെ ചെന്ന് അലമ്പാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പുറവശത്തെ വാതിലിൽ കൂടെ അടുക്കളയുടെ അകത്ത് കയറി പോക്കറ്റ് നിറച്ചിട്ട് സ്ഥലം വിട്ടുകളെ. പാവം കുട്ടികളെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? ഇതാ വരുന്നു വരുന്നു വരുന്നു. രാധാമണിയമ്മേ, മുതിർന്നവരായ നിങ്ങൾ തന്നെ കാര്യങ്ങൾ പറയും. ഞങ്ങൾ നേരിട്ട് തന്നെ പറഞ്ഞേക്കാം. പെണ്ണിനെ കുറിച്ച് മോശം പറയാൻ ഒന്നും തന്നെ ഇല്ല. ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. അതിനെക്കുറിച്ച് ചിന്തയെ വേണ്ട. അതിലധികം ചോദിച്ചാ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. എന്താ അമ്മായി അങ്ങനെ പറയുന്നത്? എല്ലാം പറയുന്നതല്ലേ നല്ലത്. അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല മോനെ. തുറന്നു പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? അധികമൊന്നും ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങൾ പണമായിട്ടെങ്കിലും തരണം. ഒരുപാടൊന്നും വേണ്ട, 2 ലക്ഷം മതി. കല്യാണ ചിലവ് നിങ്ങൾ നോക്കണം. $10 ലക്ഷം ഉണ്ടെങ്കിൽ നന്നായി നടത്താൻ കഴിയും. ഒരു 2 ലക്ഷം രൂപ കൂടെ എക്സ്ട്രാ കരുതിക്കോളൂ. പണം അതിലേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും വേറെ എവിടെയെങ്കിലും ചില്ലറ ഇരിപ്പുണ്ടോന്ന് സംശയം. തെറ്റല്ല. ഞങ്ങളുടെ ബന്ധുക്കൾക്ക് നാട്ടിൽ വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരൊക്കെ വലിയ നിലയിലുള്ളവരാ. അടുത്തുള്ള ടൗണിലെ ഹോട്ടൽ റൂംസ് ഒക്കെ ബുക്ക് ചെയ്യണേ. അതൊന്നും സാരമില്ല ചേട്ടാ,
ഇവരുടെ നിലയ്ക്കും വിളിക്കും തന്നെ ഞാൻ എൻ്റെ അനുജത്തിയുടെ കല്യാണം നടത്തിവെക്കും. അതിന് ഞാൻ മലയെന്നല്ലല്ലോ ചാടിയത്, ഇവിടെ തറയിലല്ലേ വീണത്. നിങ്ങക്ക് ഈ സമയത്തെ വരാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴേ വന്നതാണ്. അതുവഴി പോയപ്പോ കാല് വഴുതി ഞാൻ ഇങ്ങോട്ട് വീണെന്നേ ഉള്ളൂ. ഗൗതം, പാർട്ടിയിൽ വേണമെങ്കിൽ കുടിച്ചോട്ടെ, പക്ഷേ വിവാഹത്തിന് മദ്യപിച്ച് വരരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറയണം. അതെ അതെ, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഇതൊന്നും ഇഷ്ടമേ അല്ല. അവരൊക്കെ വേറെ ഏത് ബ്രാൻഡാ ഉപയോഗിക്കുന്നത്? തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പാലിച്ച് ഞാനിപ്പോൾ പുറത്തു വയ്ക്കോളാം. എൻ്റെ മോള് കല്യാണ പെണ്ണായതുകൊണ്ടാണ് ഇപ്പം തലകുനിച്ച് നിൽക്കുന്നത്. അതിന് ഇത്രയും പണം ചെലവാക്കണമെങ്കിൽ എൻ്റെ മകൻ അവൻ്റെ തല തന്നെ പണയം വയ്ക്കേണ്ടി വരും. ആദ്യം ഇവിടെ നിന്ന് പോയേ. ഒരു സഹായം ചെയ്തില്ലെങ്കിലും വർത്താനത്തിനൊന്നും ഒരു കുറവുമില്ല. സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു. വേറൊന്നും വിചാരിക്കല്ലേ, കല്യാണത്തിന് വരുന്നില്ലല്ലോ, അതുകൊണ്ടായി ഇപ്പം കുടിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം മോളെ ലക്ഷ്മി. ഒന്ന് അങ്ങോട്ട് പോ. നിങ്ങൾ ക്ഷമിക്കണം. മദ്യപിച്ച് ശീലിച്ചവരോട് നിർത്താൻ പറഞ്ഞാൽ കേൾക്കില്ല. കല്യാണത്തിന് വന്നിട്ട് കുടിക്കരുതെന്ന് പറയണം. കുടിച്ചുകൊണ്ട് കല്യാണത്തിന് വരാനും പാടില്ല. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് ഞങ്ങൾ തന്നെ എഴുതി തന്നേക്കാം. അതനുസരിച്ച് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്താൽ മതി. വരൂ ഏട്ടാ. നിങ്ങൾ പുറപ്പെട്ടോളൂ, ഞാൻ പുറകെ വരാം. ശരി, ഇറങ്ങാം. നിങ്ങൾ എന്ത് ബന്ധമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രോക്കറെ? ചെറുക്കൻ നല്ല യോഗ്യനല്ലേ? നല്ലവരൊക്കെ ശരി തന്നെ. അവരുടെ മുമ്പിൽ ഗൗതം തല കുനിക്കണോ? കുടിച്ചിട്ട് വന്ന് ഞങ്ങളുടെ അച്ഛൻ തലകുനിച്ച് നിൽക്കുന്നത് പോലെ അല്ല ഇത്. ഏയ്, നീ മിണ്ടാതിരുന്നേ. നിങ്ങളുടെ അച്ഛൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് വിചാരിക്കുന്നോർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നറിയാം. അതുപോലെ എൻ്റെ അച്ഛനമ്മയെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അതെന്താണെന്ന് ഞങ്ങൾക്കൊരു വ്യക്തത കിട്ടിയേനെ. ശരിയാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ വളർത്തി വലുതാക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളും മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ ഈ കല്യാണത്തിന് എൻ്റെ സേവിങ്സിൽ നിന്ന് ഒരു 5 ലക്ഷം ഞാൻ തരാം. സഹായമായിട്ട് കരുതിയാലും അല്ലെങ്കിൽ കടമായിട്ട് കരുതിയാലും അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളത് തിരിച്ചു തരാൻ 5 വർഷം എടുത്താലും കുഴപ്പമില്ല. എന്ന് വെച്ച് എന്നെ തെറ്റിദ്ധരിക്കരുത്.
ഇത്രയും നല്ല സ്വഭാവമുള്ള പയ്യനെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം നടത്തുന്നതാ നല്ലത്. താമസിച്ച അമൃതും വിഷമെന്ന് പറയാറുണ്ട്. എന്തായാലും പെട്ടെന്ന് മറുപടി പറയണം. അമ്മേ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സ്വന്തം വീടിന്റെ കാര്യോർത്ത് വിഷമിച്ചിരിക്കായിരിക്കും കേട്ടാ. അമ്മേ, അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ വീട് ആകെ അങ്ങ് ഉറങ്ങിയതുപോലെ ആവുക. പ്രസരിപ്പോടെ ഇരിക്കണമെങ്കിൽ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടാവണം മോനെ. ശിവാനി ഉണ്ടല്ലോ അമ്മേ. ഉണ്ടാകേണ്ടത് എന്റെ മരുമകളാ. ശിവാനിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് ഗൗതമിന്റെ സഹോദരിമാരെ ഇങ്ങോട്ട് വിളിച്ചാൽ അവരുടെയും വിവാഹം നടക്കുമെന്ന് നിന്റെ അമ്മയുടെ വിശ്വാസമാടാ. ലക്ഷ്മിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ചേട്ടാ. അവൾ ജോലി ചെയ്യുന്ന സ്കൂളിൽ ആ പയ്യനും ടീച്ചറാണെന്ന്. ചെറുക്കന്റെ വീട്ടുകാർ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് ഒരു കല്യാണം പോലും നടത്താത്ത ഗൗതമിന് എങ്ങനെ അറിയാനാ? പോകെ പോകെ അവൻ മനസ്സിലാക്കിക്കോളും. അവരെ പറ്റി എന്തിനാച്ചാ വെറുതെ സംസാരിക്കുന്നേ? നിന്റെ അമ്മയുടെ വിഷാദം നിറഞ്ഞ മുഖം കണ്ടില്ലേ? നാളെ ശിവാനിയുടെ നിശ്ചയത്തിന് നാട്ടിൽ നിന്ന് എല്ലാവരും വരും. എന്റെ ചേട്ടന്റെ മക്കളെ വിളിക്കാത്തത് കൊണ്ട് വല്ലാത്ത വിഷമമുണ്ട്. സഹോദരിയെ പെണ്ണ് കാണാൻ വരുമ്പോ അവൻ ഇവിടെ വന്ന് വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? വിളിക്കണം. പെണ്ണ് കാണലെന്ന് പറയുമ്പോൾ ചെറുക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായോന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ നിശ്ചയമെന്ന് പറയുമ്പോൾ രണ്ട് കുടുംബവും തമ്മിലെടുത്ത തീരുമാനം ദൃഢമായെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കണം. എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യരുത് ദേവാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ അനുവദിക്കണം അച്ഛാ. ദേവ പറഞ്ഞപ്പോൾ ഏട്ടത്തിൻ്റെ മുഖത്തൊന്നും സന്തോഷം കണ്ടില്ലേ ഏട്ടാ? അവര് വരുന്നത് അച്ഛൻ ഇഷ്ടമല്ലമ്മേ. ആ കാര്യം അങ്ങ് വിട്ടേക്ക്. അവര് വരുന്നത് അച്ഛന് ഇഷ്ടമല്ലെന്ന് അച്ഛൻ വാതോർന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ മിണ്ടാതെ അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സമ്മതമെന്നാണ്. അപ്പൊ പ്രശ്നമില്ലല്ലേ? വിളിക്കാൻ ഗോവിന്ദ. ദേവ, ഏതോ ഒരുത്തൻ പെണ്ണ് കാണാൻ വന്നിട്ട് കല്യാണം നിശ്ചയിച്ചതുമാ ലക്ഷ്മി അവൾ എങ്ങനെയാണ് നാണിച്ചതെന്ന് എനിക്കും അറിയണമെന്നുണ്ട്. ചേട്ടാ, വേഗം ലിസ്റ്റ് തന്നെ, ഞാൻ പോയി സാധനം വാങ്ങിട്ട് വരാം. ഞാൻ കടയിലെ സാധനത്തിന്റെ ലിസ്റ്റല്ലായിരുന്നു. ലക്ഷ്മിയുടെ കല്യാണത്തിന് എത്ര ചെലവ് വരും എന്നുള്ളതിന്റെ കണക്കെഴുതിക്കൊണ്ടിരിക്കുവാടാ. ഇത് എത്ര പ്രാവശ്യം എഴുതും? അന്നൊരിക്കൽ എഴുതി, ഇന്നലെ എഴുതി, ഇനി ഇത് എഴുതിക്കൊണ്ടേ ഇരിക്കുവോ? കല്യാണം അങ്ങനെ ചുമ്മാ നടക്കില്ലല്ലോ. കണക്കൊക്കെ കറക്റ്റ് ആവണമെന്ന് അറിയാൻ ചേട്ടാ. ശരി, മതി, നിർത്ത്. എന്താ ലക്ഷ്മി, എന്താ നീ ഇങ്ങനെ ഒരുമാതിരിക്കുന്നത്? ശശികുമാർ സാറ് പോയിട്ട് കൊറേ നേരമായി ചേച്ചി. ഇനിയും ചേച്ചിയുടെ നാണം പോയിട്ടില്ലെന്നാണോ? പക്ഷെ എനിക്കങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ടോ? നിങ്ങളിങ്ങനെ കളിയാക്കിയാലേ അവൾ പറയാനായിട്ട് വന്ന കാര്യം പറയാൻ പഠിക്കും. എനിക്ക് ഇവിടെ തന്നെ കഴിയാനാ തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലേ? എനിക്ക് മനസ്സിലായി. കല്യാണം ഇങ്ങനെ നടത്തണം അങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിട്ട് പോകുന്നവരോടുണ്ടല്ലോ,
നമ്മൾ ഒരു കാര്യം തറപ്പിച്ച് പറയണം ചേട്ടാ. എന്താണ് മനസ്സിലായില്ല? കല്യാണത്തിന് ശേഷം ആ ടീച്ചറിനെ നമ്മുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ പറയണം. ഭാര്യ വീട്ടിൽ നിൽക്കാനോ? അപ്പോ ചേച്ചിയും ചേട്ടനും നമ്മുടെ കൂടെ താമസിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് വീട്ടിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം നടക്കും. നമ്മളങ്ങനെ ചോദിച്ചാ അവര് സമ്മതിക്കോ ലക്ഷ്മി? അതല്ല ഏട്ടാ, ഞാൻ ഇതുവരെ മുഴുവൻ പറഞ്ഞില്ല. അവര് പറയുന്നത് പോലെ കല്യാണം കഴിക്കാൻ ഏട്ടൻ ഒരുപാട് കടം വാങ്ങേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ. എന്താന്ന് പറ ലക്ഷ്മി. ഏട്ടനെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കല്യാണം എനിക്ക് വേണ്ട. ഞാനിവിടെ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. കളിക്ക് പോലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല മോളെ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവര് സഹായിക്കാമെന്ന് പറഞ്ഞത് നമ്മളോടുള്ള സഹതാപം മാത്രമായിട്ട് കാണണ്ട. അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സെത്ര നല്ലതായിരിക്കും, അത് നീ ഒന്ന് മനസ്സിലാക്കുക. ഇതുപോലൊരു ബന്ധത്തെ നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കാനും ഞാൻ തയ്യാറുമാണ്. ഞാൻ എന്ത് ചെയ്താലും അത് നിങ്ങൾ 4 പേരുടെയും ഭാവിക്ക് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങൾ ഓർത്താൽ മാത്രം മതി. ഗൗതം, അല്ല, എന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ബാക്കിയുള്ളവരെല്ലാരും പുറത്ത് നിൽക്കുകയാണോ? അമ്മായി വാ, അകത്ത് പോയിരുന്ന് സംസാരിക്കാം. ഇല്ല കുഴപ്പമില്ല ഗൗതം. വിവാഹ നിശ്ചയം ഉറപ്പിച്ചു അല്ലേ? ശരി, സാരമില്ല. പണമുള്ളവരെക്കാട്ടിലും നന്നായി മനസ്സിലാക്കുന്നവരെ കിട്ടുന്നത് നിന്റെ ഭാഗ്യാ മോളെ. കുങ്കുമം തൊട്ടത് കൊണ്ട് എന്തെങ്കിലും ശുഭകാര്യം വീട്ടിൽ നടക്കുന്നുണ്ടോ? ഞങ്ങളെ ക്ഷണിക്കാൻ വന്നതാണോ? വിളിച്ചാൽ മാത്രം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ചേച്ചി. നിങ്ങളുടെ ചേട്ടന്റെ അനുവാദമില്ലാതെ നിങ്ങൾ അനങ്ങില്ലെന്നറിയാം. അതുകൊണ്ട് ഗൗതമനോട് ചോദിക്കാൻ വന്നേ. നാളെ ശിവാനിയുടെ നിശ്ചയമാണ്. നിങ്ങൾ എല്ലാവരും വരണം. അതെന്താ അമ്മായി, എപ്പോഴായിരുന്നു പെണ്ണ് കാണലൊക്കെ? എന്താ ഇത് പെട്ടെന്ന് വിവാഹ നിശ്ചയം നടത്താനായിട്ട്? പെൺകുട്ടികളുടെ ജീവിതം മാറി മറിയാൻ ഒരൊറ്റ നിമിഷം മതി. അവൾക്ക് മുന്നോട്ട് പഠിക്കണം, പോലീസ് ആവണമെന്നൊക്കെ പറഞ്ഞതല്ലേ? എപ്പോ എന്ത് നടക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വീട്ടിൽ വിശേഷമാണെങ്കിൽ മുഖത്ത് സന്തോഷം ഉണ്ടാവേണ്ടതല്ലേ? പക്ഷെ നിങ്ങൾ നല്ല ടെൻഷനിലാണല്ലോ. ഇപ്പതാ ഇവരെ വീട്ടിലേക്കും ക്ഷണിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ തൻ്റെ ഇടം ഉള്ളവരാണെങ്കിലും മറ്റു ചിലര് അവരെ ഒന്നും അല്ലാത്തവരാക്കി മാറ്റും. ചില സ്ഥലങ്ങളിൽ എന്ത് നടന്നാലും അതിനൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും. പക്ഷെ അമ്മായിയുടെ വീട്ടിൽ നല്ലത് നടന്നാലും അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ പറയരുത് ഗൗതം. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളതെന്ന് പറ. നീ നോക്ക് ഗൗതം, ഞാൻ എപ്പോ ജനിച്ച വീട്ടിലേക്ക് വന്നാലും എനിക്ക് സമാധാനം തരാറില്ല നിന്റെ അമ്മാവൻ. നിങ്ങളാരും വന്നില്ലെങ്കിൽ നിനക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് ഇനി എന്നെ ഇങ്ങോട്ട് വിടുകയേ ഇല്ല അദ്ദേഹം. അമ്മ ഇങ്ങനെ കരയാതെ. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് നാളെ ഇങ്ങോട്ട് വന്നോളാം. ശരി, ഒരു ചായ കുടിച്ചിട്ട് പോകാം അമ്മായി. വരും.
നീളമുള്ള മൂക്ക്, ഭംഗിയുള്ള കാതുകൾ, മീനഴകുള്ള കണ്ണുകൾ, റോസാപ്പൂ പോലെ ചുണ്ട്, ആപ്പിൾ പോലെയുള്ള കവിൾ. നിന്റെ മുഖത്തെ വർണ്ണിക്കാൻ തന്നെ ഞാൻ ഇത്രയും സമയമെടുത്തെങ്കിൽ നിന്റെ കഴുത്ത് മുതൽ കാല് വരെ വർണ്ണിക്കാൻ ഞാൻ എത്ര സമയമെടുക്കും? മുഴുവൻ ഞാനിപ്പോ പറയാൻ നിന്നാലുണ്ടല്ലോ, നേരം വെളുക്കും മോളെ. അച്ഛാ, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? രാവിലെ എല്ലാവരും വരുന്ന സമയത്ത് ഗൗതമും അവൻ്റെ സഹോദരിമാരും വരുമെന്ന് നിന്റെ അമ്മ തന്നെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എങ്ങനെ ഉറക്കം വരുവടാ? നമ്മൾ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ കാര്യം സാധിക്കാൻ പറ്റും അച്ഛാ. ഞാനൊന്ന് മൂളിയാ മതി, എല്ലാം തീരും അതോടെ. എന്റെ വീട്ടിൽ അവരെ എനിക്ക് കാണാൻ കഴിയില്ല. നീ എന്തിനാ അവരോട് വരാൻ പറഞ്ഞത് ദേവാ? ഗൗതമിന്റെ കൂടെ അവന്റെ 4 സഹോദരിമാരും വരും അച്ഛാ. എത്ര പേര് വരുന്നു എന്നുള്ളതിലല്ല, ഇനി ആരും വന്നില്ലെങ്കിൽ ലക്ഷ്മി മാത്രം വന്നാ മതി അച്ഛാ. പെണ്ണ് കാണൽ കഴിഞ്ഞില്ലേ? നിശ്ചയം നടത്തിക്കോളൂ എന്ന് നീ എന്താ പറയാൻ പോവാണോ? അങ്ങനെ പറയില്ല അച്ഛാ. കാരണം ലക്ഷ്മിയെ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം തരില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഗൗതമിന്റെ മൂത്ത സഹോദരിയെ എനിക്ക് വേണോ അച്ഛാ? നിന്റെ ബുദ്ധിക്ക് എന്താ ഭ്രമം സംഭവിച്ചോ? ശത്രുവിന്റെ അനിയത്തെ നീ വിവാഹം കഴിച്ചാൽ ഈ വീട്ടിലെ മരുമകളാവും അവൾ. അവളിവിടെ വേലക്കാരി ആകുന്നതിലും എനിക്ക് താല്പര്യമില്ല. എടുത്തു ചാടരുത് അച്ഛാ.